and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്ഫോലിയേറ്റിംഗ് ഫുഡ് മാസ്ക് ആണ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഒരു മാസ്ക്, ഒരു ഷീറ്റ് പോലെ ഒരു മാസ്ക് കാലം വിട്ടിട്ട് പിന്നെ ഒരു കുറച്ച് നാളിൻ്റെ ഉള്ളിൽ നമ്മളെ സ്കിന്ന് മൊത്തം പീലായി പോയി നല്ല സൂപ്പറായിട്ടുള്ളതെന്ന് വെച്ചാൽ കാല് നമുക്ക് കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലത്തെ ഒരു ഫുഡ് മാസ്ക് ആണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. എക്സ്ഫോലിയേറ്റിംഗ് ഫുഡ് മാസ്ക് ആണ് ഇത്. ആസ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഞാനത് ഓൾറെഡി യൂസ് ചെയ്തു, എന്നിട്ടുള്ള എൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ 2 പാക്കാണ് വരുന്നത്. ഞാൻ ഓൾറെഡി ഒരെണ്ണം യൂസ് ചെയ്തു, ഇത് സെക്കൻഡ് പാക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ 2 എണ്ണം 2 കാലിനുള്ളതായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു കാലിനും മറ്റേതൊരു കാലിനായിരിക്കും, ബട്ട് 2 ടൈം യൂസ് ചെയ്യാനുള്ള നമുക്ക് വരുന്നുണ്ട് ഇതിൽ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2 പേഴ്സിന് 599 ആണ് വരുന്നത്. അപ്പോൾ 599 രൂപീസിൽ നിങ്ങൾക്ക് 2 ടൈംസ് എക്സ്ഫോലിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ കാല് വാഷ് ചെയ്യുക, നന്നായിട്ട് ഡ്രൈ ചെയ്യുക. ലെഗ് ഷേപ്പിൽ ആയിട്ടുള്ളൊരു ഗ്ലൗസ് പോലെ, കാലിനുള്ള ഗ്ലൗസ് പോലെ ഉണ്ടാവും. അത് നമ്മൾ അവിടെ ഒരു ലൈൻ ഉണ്ടാവും, അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കാലുമേക്ക് കയറാൻ കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ കാലുമേക്ക് കയറ്റി കഴിഞ്ഞാൽ ഇതിൽ സ്റ്റിക്കേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റിക്കർ കൊണ്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക, ആങ്കിൾ, നമ്മുടെ കാലിൻ്റെ ആങ്കിളിൻ്റെ അവിടെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ സിറം ഉണ്ടാവും. ആ സിറം നമ്മൾ നന്നായിട്ട് നമ്മുടെ കാലുമേ മോൾ ഭാഗത്തും അടിഭാഗത്തും ഒക്കെ എന്ന് വെച്ചാൽ പുറത്തുനിന്ന് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക നല്ലോണം. ആ ഷീറ്റ് തന്നെ പിടിച്ചിട്ട് നല്ലോണം നമ്മുടെ ലെഗും എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഒരു 50 to 90 മിനിറ്റ്സ് ആണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു 60 to 70 മിനിറ്റ്സോളം അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ മാസ്ക് ഊരി കളഞ്ഞിട്ട് ജസ്റ്റ് ബാക്കിയുള്ള സിറം എന്തോ ഉണ്ടെങ്കിൽ കാലുമുണ്ടെങ്കിൽ അത് നന്നായി നമ്മുടെ കാലുമേക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ചെയ്യാം. അഫ്കോഴ്സ് പ്രൊഡക്റ്റ് 1 ടൈം യൂസ് ആണ്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഡിസ്പോസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ മാത്രം ഇരിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. പുറത്തേക്കൊക്കെ ചെരുപ്പിടാണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ മണ്ണിൻ്റെ അതൊക്കെ ഇങ്ങനെ നിൽക്കും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഫുള്ളായിട്ട് എന്ന് വെച്ചാൽ മണ്ണൊക്കെ ഇങ്ങനെ നിൽക്കണ പോലെ തോന്നും. പിന്നെ നമുക്ക് ആ മണ്ണിലൊക്കെ ആയി കഴിഞ്ഞാൽ സ്കിന്ന് പോരുന്നുണ്ട്. എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാല് എപ്പോഴും ഡ്രൈ ആണ് കേട്ടോ. എപ്പോഴും ഡ്രൈ ആണ്, എപ്പോഴും ക്രാക്സ് ഒക്കെ ഉണ്ടാവും. ഞാൻ ഉറച്ചൊരച്ച് കളഞ്ഞ് തോർക്കാറുണ്ട്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3 to 4 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് റിസൾട്ട് കണ്ടു തുടങ്ങി കേട്ടോ. നമുക്കിങ്ങനെ പീൽ ചെയ്ത് പോരുന്നുണ്ട്. ബട്ട് അത് ഒന്നിച്ചല്ല കേട്ടോ. എൻ്റെ അത് കുറച്ച് ചെറിയ പീസസ് ആയിട്ട് അവിടെ ഇവിടെ പീൽ ചെയ്ത് പോരും. നമ്മൾ കാല് കഴുകുന്നതിനനുസരിച്ച് നമുക്ക് അത്രയും ഫ്രീക്വൻ്റ് ആയിട്ടത് പോവും. പിന്നെ അങ്ങനെ ഒറ്റയടിക്ക് ഞാനങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും പീൽ ചെയ്ത് വന്നില്ല. ജസ്റ്റ് ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ പീൽ ചെയ്ത് പോവായിരുന്നു. പിന്നെ ഞാൻ പുറത്തൊക്കെ ഇറങ്ങിയിരുന്നു. അപ്പോൾ ചെരുപ്പിടാണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളറ്, മണ്ണിൻ്റെ കളർ, ആ ഡെഡ് സ്കിൻ ഉണ്ടാവുമല്ലോ, അതാണല്ലോ പീൽ ചെയ്ത് പോകണം. അതുമ്പോൾ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പുറത്തേക്കൊന്നും പോകണില്ലെങ്കിൽ, കുറച്ചാൾ 1 മാസമൊക്കെ നിങ്ങൾ പുറത്തേക്കൊന്നും പോകണില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ കാലൊരുമാതിരി ചൊറി പിടിച്ച പോലെ ഉണ്ടാവും പുറത്തേക്കൊക്കെ പോകുമ്പോൾ. അത് എടുത്ത് കാണുകയും ചെയ്യും. പിന്നെ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾ ഭാഗത്തെ കാലിൻ്റെ മോൾ ഭാഗത്തെ തൊലിയും പോകുന്നു. മോൾ ഭാഗത്തെ തൊലിയും പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒറ്റയടിക്കൊന്നും പീലാവുന്നില്ല. സ്ലോ ആയിട്ട് അങ്ങനെ ചെറിയ പീസസ് ആയിട്ട് പീൽ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ അത്യാവശ്യം കുറച്ച് നാളൊക്കെ വെയിറ്റ് ചെയ്തു കേട്ടോ. അത്യാവശ്യം ഒരു 10-15 ഡേയ്സോളം ഞാനത് തന്നെത്താൻ പീൽ ചെയ്ത് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ബട്ട് നമ്മളറിയാലോ, കുറച്ച് ഞാനൊക്കെ പറിച്ച് കളഞ്ഞിരുന്നു. ബട്ട് എന്നാലും ഞാൻ കുറേയൊക്കെ വെയിറ്റ് ചെയ്തു. പിന്നെ പോവാണ്ടായിട്ട് ആകെ കാല് ചൊറി പിടിച്ച പോലെ ആയപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബോഡി എക്സ്ഫോലിയേറ്റ് ചെയ്യുന്ന സാധനം വെച്ചിട്ട് ജസ്റ്റ് എക്സ്ഫോലിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് പോയി. എല്ലാ സ്കിന്നും ഏകദേശം പോകാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ, ജസ്റ്റ് ഒരു സ്ക്രബ് വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ എൻ്റെ ഡെഡ് സ്കിന്നൊക്കെ പോയി. റിസൾട്ട് എത്ര നാളും ലാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ. എൻ്റെ ഫീറ്റ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഫീറ്റാണ്, പെട്ടെന്ന് വെണ്ടുപൊട്ടും. അപ്പോൾ എൻ്റെ പോലത്തെ ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് അത്യാവശ്യം കൂടുതൽ നാൾ ലാസ്റ്റ് ചെയ്യില്ല. കാരണം എനിക്ക് അത് ചെയ്ത് ഒരു 15 ഡേയ്സിൻ്റെ ഉള്ളിലെല്ലാം പോയി നിൽക്കാം. അത് കഴിഞ്ഞിട്ടും എനിക്കൊരു 10 to 15 ഡേയ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ വിണ്ട് കീറലൊക്കെ പിന്നെയും തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെയും എൻ്റെ നോർമൽ ഞാൻ എക്സ്ഫോലിയേറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ എക്സ്ഫോലിയേറ്റ് ചെയ്തിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത പോലെ ചെയ്തിരുന്നു. അല്ലാണ്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ഒന്നും കിട്ടില്ല കേട്ടോ. നമുക്ക് അവിടെ ഇവിടെയായിട്ട് മാത്രം ക്രാക്സ് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. ഒരു 2 ടൈം യൂസ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വലിയ ലാഭം ഉണ്ടാവും. ബട്ട് എൻ്റെ പോലത്തെ ഒരാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ക്രാക്സ് വരുന്ന എൻ്റെ പോലത്തെ ആൾക്കാർക്ക് ഇറ്റ്സ് ഓഫ് നോ യൂസ്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്കിന്ന് പിന്നെയും പഴയ പോലെ തന്നെ ആവും. അപ്പോൾ നിങ്ങൾ സ്ക്രബ് ചെയ്ത് തന്നെ കളയണം. അപ്പോൾ ഞാൻ നോർമലി എൻ്റെ ലെഗ് സ്ക്രബ്ബർ വെച്ചിട്ട് സ്ക്രബ് ചെയ്തിട്ട് കളയാനുള്ള പതിവ്.
അതാണ് എൻ്റെ സൈഡിൽ നിന്ന് ഈ പ്രൊഡക്റ്റിൻ്റെ കൊച്ചു റിവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലത്തെ ഇനിയും വീഡിയോസ് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ സൈഡിൽ ഒരു ബെൽ ബട്ടൺ വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ഡെഫിനറ്റ്ലി അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും കമൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി റിപ്ലൈ തരുന്നതാണ്. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.